വാഗ്ദത്തത്തിനു വേണ്ടി ജെറുസലേം വിട്ടുപോകാതെ അവർ കാത്തിരുന്നു. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അവരത് വിശ്വസിച്ചു. പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിക്കണം. സാഹചര്യം കണ്ട് മാറിപ്പോകരുത്. ഒരിക്കലും സാഹചര്യങ്ങൾ കണ്ട് മാറിപ്പോകരുത്. ഇസഹാക്ക് ഗെരാറിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അപ്പന്റെ കാലത്തുണ്ടായ, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കണ്ടിട്ട് ഇസഹാക്ക് ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇസഹാക്കെ, നീ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. നമുക്കറിയാം, ഇസഹാക്കിനോട് ദൈവം പറയുന്നു, നിന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞ ഒത്തിരി വാഗ്ദത്തമുണ്ട്, അതൊത്തിരി പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽച്ചരികൾ പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവികമായ വാഗ്ദത്തം. നിന്നെ കുറച്ചു കളയുമെന്നല്ല, നിന്നെ തീർത്തു കളയുമെന്നല്ല, നിന്നെ തകർത്തു കളയുമെന്നല്ല, നിന്റെ അപ്പനെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നിന്റെ അപ്പന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന ദൈവികമായ വാഗ്ദത്തം ഇസഹാക്കിനോട് പറയുന്നു. ക്ഷാമം കണ്ടോണ്ടോ, മനുഷ്യനെ കണ്ടോണ്ടോ വാഗ്ദത്തത്തിൽ സംശയിക്കരുത്. ഇസഹാക്ക്, വേദപുസ്തകം പറയുന്നു, അതനുസരിച്ചു. അവൻ ആ ദേശത്ത് വിതച്ചു. അവന് 100 മേനിയുടെ കൊയ്ത്തുണ്ടായി. ആ ദേശത്തിൽ അവൻ വർദ്ധിച്ചു. അവൻ കുഴിച്ച കിണറുകളിലൊക്കെയും വെള്ളമുണ്ടായി. സ്വർഗത്തിലെ ദൈവം അവന് രഹബോത്ത് ഒരുക്കി കൊടുത്തു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, വാഗ്ദത്തം ഉള്ള ദൈവിക വാഗ്ദത്തം കേട്ട ഒരു കുടുംബവും ഒരു സഭയും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, വാക്കുമാറാത്തവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. സാറയുടെ ഗർഭപാത്രം നിർജീവമാണെങ്കിലും അബ്രഹാമിന്റെ ബലം ക്ഷയിച്ചെങ്കിലും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കുവാൻ ശക്തനെന്നവൻ ഉറച്ചു.